ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കപ്പ പുഴുക്കിൻ്റെ അഥവാ കൊള്ളിപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വലിയ കൊള്ളി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കൊള്ളിയെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കൊള്ളി മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഈ കൊള്ളി വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം ഊറ്റിക്കളയും. അപ്പോൾ കൊള്ളിക്കെല്ലാം ഒരു കട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം ഊറ്റിക്കളയുന്നതോടുകൂടി ആ കട്ട് പോയി കിട്ടുന്നതാണ് പറയണത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പാകത്തിന് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും കൊള്ളിയിൽ ഉപ്പ് പിടിക്കില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് 2 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കൊള്ളി വേവാനായിട്ട് 2 വിസിൽ മതിയാവും. 2 വിസിലടിച്ച് എയറെല്ലാം പോയി വരുമ്പോൾ തന്നെ കൊള്ളിയെല്ലാം കറക്റ്റ് വേവായി കിട്ടും. അപ്പോൾ ഓരോ കൊള്ളിക്കും പലതരത്തിലാണ് വേവ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് വെന്ത് അങ്ങോട്ട് ഉടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ അത്യാവശ്യത്തിന് വേവ് വേണം. ആ ഒരു രീതിയിൽ കൊള്ളി വേവിച്ചെടുക്കാം. അപ്പോൾ കൊള്ളി വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി നാളികേരം ചെരുകിയത്, 5 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് ചൂനമുളക്, അതായത് കാന്താരി മുളക്. അപ്പോൾ ചൂനമുളക് ഉണ്ടെങ്കിൽ എന്തായാലും അത് തന്നെ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂനമുളകാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും നല്ല എരിവൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് വെള്ളം പോലും ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരഞ്ഞു പോരുത്, ഒന്ന് ചതഞ്ഞ് വരാനേ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ കൊള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം ഊറ്റിയെടുത്ത കൊള്ളിയാണിത്. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ 2 വിസിലടിച്ച് എയറെല്ലാം തന്നെ പോയി വന്നപ്പോൾ തന്നെ കൊള്ളി കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഉടച്ചു കൊടുക്കരുത്, ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം കൊള്ളി ഉടച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതേപോലെ ചതയാനേ പാടുള്ളൂ, ഒരുപാട് അരഞ്ഞു പോരുത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നേരെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. പിന്നെ ഈ കൊള്ളിയായിട്ട് ഈ നാളികേരം എല്ലാം നന്നായി മിക്സ് ആയിട്ടൊന്ന് വരണം. അപ്പോൾ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കൊള്ളിയും നാളികേരവും എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കൊള്ളി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ മീൻകറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വേണ്ട കട്ടൻ ചായയുടെ കൂടെ നമുക്ക് തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മീൻകറിയുടെയും ചിക്കൻ കറിയുടെയും വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.